നമസ്കാരം പ്രിയപ്പെട്ട പ്രേക്ഷകർക്ക് സ്വാഗതം. ഹാപ്പനിംഗ് അവേഴ്സ് ആരംഭിക്കുകയാണ്. ആദ്യം തലക്കെട്ടുകളിലേക്ക്. മൂന്നാം മോദി സർക്കാർ ഇന്ന് അധികാരമേൽക്കും. നരേന്ദ്രമോദിക്കൊപ്പം സത്യപ്രതിജ്ഞ ചെയ്യാൻ സുരേഷ് ഗോപി അടക്കം 30 മന്ത്രിമാർ. മോദിക്കിത് മൂന്നാം ഊഴം. രാവിലെ രാജ്ഘട്ടിലെത്തി പുഷ്പാർച്ചന നടത്തി. മൂന്നാം മോദി സർക്കാരിന്റെ സത്യപ്രതിജ്ഞാ ചടങ്ങിൽ ക്ഷണം കിട്ടിയില്ലെന്ന് കോൺഗ്രസും RJDയും സമാജ്വാദി പാർട്ടിയും. സത്യപ്രതിജ്ഞാ ചടങ്ങിൽ പങ്കെടുക്കില്ലെന്ന് തൃണമൂൽ കോൺഗ്രസ് നേതാവ് മമതാ ബാനർജി. ചിലപ്പോൾ സർക്കാരുകൾ ഒരു ദിവസം മാത്രമേ നിലനിൽക്കൂ, എന്തും സംഭവിക്കാം. ഈ സർക്കാർ 15 ദിവസമെങ്കിലും നിലനിൽക്കുമോ എന്നാർക്കറിയാമെന്നും മമതാ ബാനർജി. സത്യപ്രതിജ്ഞയോടനുബന്ധിച്ച് ഡൽഹിയിൽ ഇന്ന് ഗതാഗത നിയന്ത്രണം. നടപടി ചടങ്ങിനെത്തുന്ന വിദേശാതിഥികളുടെ ഉൾപ്പെടെ യാത്ര സുഗമമാക്കാൻ രാഷ്ട്രപതി ഭവന് മുന്നിലുള്ള റോഡുകൾ ഉച്ചയ്ക്ക് 2 മുതൽ രാത്രി 11 വരെ അടച്ചിടും. തൃശൂർ DCCയിലെ കയ്യാങ്കളിയിൽ നടപടിയുമായി KPCC നേതൃത്വം. MP VK ശ്രീകണ്ഠന് DCC പ്രസിഡന്റായി താൽക്കാലിക ചുമതല. നിലവിലെ പ്രസിഡന്റ് ജോസ് വള്ളൂരിനോടും UDF ചെയർമാൻ MP വിൻസെന്റിനോടും രാജിവെക്കാൻ നിർദ്ദേശം. നെടുമ്പാശ്ശേരി അവയവക്കടത്തു കേസിൽ വൃക്ക ദാനം ചെയ്ത ഷമീറിനെ മാപ്പുസാക്ഷിയാക്കും. ഷമീറിനെ ഇന്ത്യയിൽ നിന്നും ഇറാനിലേക്ക് കയറ്റിവിട്ടത് രാമപ്രസാദ് ഗൊണ്ട. അവയവദാനത്തിനു ശേഷം 6 ലക്ഷം രൂപ നൽകിയെന്നും മതിയായ ചികിത്സ ലഭിച്ചില്ലെന്നും മൊഴി. തൃശൂരിൽ KSRTC ബസ് ശക്തൻ തമ്പുരാന്റെ പ്രതിമയിലേക്ക് ഇടിച്ചുകയറി. പ്രതിമ തകർന്നു. 3 പേർക്ക് പരിക്ക്. ഡ്രൈവർ ഉറങ്ങിപ്പോയതാണ് അപകട കാരണമെന്ന് പ്രാഥമിക നിഗമനം. അപകടത്തിൽപ്പെട്ടത് തിരുവനന്തപുരത്തു നിന്നും കോഴിക്കോട്ടേക്ക് പോയ ബസ്. അങ്കമാലിയിൽ വീടിന് തീപിടിച്ച് മരിച്ച കുടുംബത്തിന്റെ സംസ്കാരം ഇന്ന്. മൃതദേഹങ്ങൾ പൊതുദർശനത്തിന് വച്ച ശേഷം ചടങ്ങുകൾ. തീപിടിച്ചത് AC-യിൽ നിന്നുള്ള ഗ്യാസ് ചോർച്ച മൂലമെന്ന് പ്രാഥമിക നിഗമനം. അങ്കമാലി നഗരത്തിൽ ഓടിക്കൊണ്ടിരുന്ന കാറിന് തീപിടിച്ചു. യാത്രക്കാർ കാറിൽ നിന്നും ഇറങ്ങിയോടി രക്ഷപ്പെട്ടു. സ്ഥലത്തെത്തിയ അഗ്നിരക്ഷാസേന തീയണച്ചു. കോഴിക്കോട് മുക്കത്ത് കാറും ടൂറിസ്റ്റ് ബസും കൂട്ടിയിടിച്ച് ഒരു മരണം. മരിച്ചത് തലശ്ശേരി കതിരൂർ സ്വദേശി മൈമൂന. ഒരാളുടെ നില ഗുരുതരം. പന്തളം തമ്പമണ്ണിൽ ബൈക്ക് അപകടത്തിൽ ഒരാൾ മരിച്ചു. TP ചന്ദ്രശേഖരൻ വധക്കേസിൽ 5 പ്രതികൾക്ക് പരോൾ. പരോൾ ലഭിച്ചത് കൊടിസുനിയും അനൂപും ഒഴികെയുള്ള പ്രതികൾക്ക്. കണ്ണൂർ സെൻട്രൽ ജയിലിൽ നിന്നും പരോളിൽ ഇറങ്ങുക പ്രതികളായ മനോജ, രതീഷ്, മുഹമ്മദ് ഷാഫി, സിജിത്ത്, സിനോജ് എന്നിവർ. കൊച്ചി നഗരത്തിൽ ഓടയുടെ സ്ലാബിനിടയിൽ യാത്രക്കാരിയുടെ കാൽ കുടുങ്ങിയ സംഭവത്തിൽ ഇടപെട്ട ഹൈക്കോടതി സർക്കാരിനോട് വിശദീകരണം തേടി. വിശദീകരണം തേടിയത് അമിക്കസ് ക്യൂറി വഴി. ജസ്റ്റിസ് ദേവൻ രാമചന്ദ്രന്റെ ഇടപെടൽ മാധ്യമ വാർത്തയെ തുടർന്ന്. കോൺഗ്രസ് അധ്യക്ഷന് പരാതി നൽകിയെന്ന വാർത്തകൾ അടിസ്ഥാനരഹിതമെന്ന് ശശി തരൂർ. വാക്കാലോ രേഖാമൂലമോ ഒരു പരാതിയും ഇതുവരെ ഉന്നയിച്ചിട്ടില്ല. വീഴ്ചകൾ ഉണ്ടായിട്ടുണ്ടെങ്കിൽ അടുത്ത തവണ തിരുത്തുമെന്നും തരൂർ. സംസ്ഥാനത്ത് വരും മണിക്കൂറുകളിൽ ഇടിമിന്നലോട് കൂടിയ ശക്തമായ മഴയ്ക്കും കാറ്റിനും സാധ്യത. കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിൽ ഓറഞ്ച് അലേർട്ട്. താഴ്ന്ന പ്രദേശങ്ങളിലും നദീതീരങ്ങളിലും വെള്ളക്കെട്ട്, വെള്ളപ്പൊക്കം എന്നിവയ്ക്ക് സാധ്യത. സർക്കാർ രൂപീകരണ ശ്രമങ്ങൾ ഇന്ത്യ സഖ്യം അവസാനിപ്പിച്ചിട്ടില്ലെന്ന് ബംഗാൾ മുഖ്യമന്ത്രി മമതാ ബാനർജി. ഭരണഘടനാ വിരുദ്ധവും നിയമവിരുദ്ധവുമായൊരു പാർട്ടി സർക്കാർ രൂപീകരിക്കുമ്പോൾ അവർക്ക് നന്മ വരട്ടെ എന്ന് പറയാനാവില്ല. തന്റെ ആശംസ ഈ രാജ്യത്തിനെന്നും മമത.
നരേന്ദ്രമോദിയുടെ മൂന്നാം ഊഴത്തെ വിമർശിച്ച് കോൺഗ്രസ് നേതാവ് ജയറാം രമേശ്. ചന്ദ്രബാബു നായിഡുവും നിതീഷ് കുമാറും പിന്തുണച്ചില്ലെങ്കിൽ നരേന്ദ്രമോദി ഇന്ത്യൻ പ്രധാനമന്ത്രിയാകില്ല. 2024 ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ നരേന്ദ്രമോദിക്ക് വ്യക്തിപരമായും രാഷ്ട്രീയപരമായും ധാർമ്മികമായും പരാജയം നേരിട്ടെന്നും ജയറാം രമേശിന്റെ വിമർശനം. മോദി സത്യപ്രതിജ്ഞ ചെയ്ത് അധികാരമേൽക്കുന്നത് ഇന്ന് വൈകിട്ട്. രാഹുൽ ഗാന്ധിക്ക് പകരമായി വയനാട്ടിലേക്കില്ലെന്ന് പ്രിയങ്ക ഗാന്ധി. വോട്ടർമാർക്ക് നന്ദി അറിയിക്കാൻ രാഹുൽ വയനാട്ടിലേക്ക്. MP സ്ഥാനം 3 ദിവസത്തിനകം ഒഴിഞ്ഞേക്കുമെന്ന് സൂചന. VIP സംസ്കാരം കാണിക്കാതെ മന്ത്രിമാരും ഉദ്യോഗസ്ഥരും ജനങ്ങളിലേക്ക് ഇറങ്ങണമെന്ന് ഉത്തർപ്രദേശ് മുഖ്യമന്ത്രി യോഗി ആദിത്യനാഥ്. സർക്കാർ ജനങ്ങളുടേതാണ്, ജനങ്ങളുടെ ക്ഷേമമാണ് മുഖ്യം. സമൂഹത്തിന്റെ അവസാന നിരയിൽ നിൽക്കുന്ന വ്യക്തികളുടെ പ്രശ്നങ്ങൾ, പ്രതീക്ഷകൾ, ആവശ്യങ്ങൾ എന്നിവ പരിഹരിക്കപ്പെടണമെന്നും യോഗി. മഹാരാഷ്ട്രയിലെ ലോക്സഭാ തിരഞ്ഞെടുപ്പ് ഫലത്തിൽ പ്രതികരിച്ച ഉപമുഖ്യമന്ത്രി ദേവേന്ദ്ര ഫട്നാവിസ്. പോരാളിയാണ്, പോരാട്ടം തുടരും. ഞാൻ എവിടേക്കും ഒളിച്ചോടില്ലെന്നും ഫട്നാവിസ്. പ്രതികരണം BJP MLA-മാരുടെ യോഗത്തിൽ. നീറ്റ് ബിരുദ പരീക്ഷയുടെ ഫലം പുനഃപരിശോധിക്കാൻ 4-അംഗ സമിതി. പരിശോധിക്കുക. 1563 പരീക്ഷാർത്ഥികൾക്ക് ഗ്രേസ് മാർക്ക് നൽകിയ നടപടി. UPSCയുടെ നീക്കം മെഡിക്കൽ പ്രവേശന യോഗ്യതാ പരീക്ഷയുമായി ബന്ധപ്പെട്ട ആരോപണങ്ങൾക്കിടെ. കങ്കണ റനൌട്ട് MPയുടെ മുഖത്തടിച്ച CISF കോൺസ്റ്റബിളിനെ പിന്തുണച്ച് ഇന്ന് മൊഹാലിയിൽ റാലി. സസ്പെൻഷനിലായ കുൽവിന്ദർ കൗറിന് നിയമസഹായം വാഗ്ദാനം ചെയ്ത് കർഷകർ. കോൺസ്റ്റബിളിനെ അനുകൂലിച്ച് രംഗത്തെത്തിയവരെ വിമർശിച്ച് കങ്കണയുടെ വീഡിയോ. ഹജ്ജ് അനുഷ്ഠാന കേന്ദ്രങ്ങളിൽ രാഷ്ട്രീയം പാടില്ലെന്ന നിർദ്ദേശവുമായി സൗദി. മുദ്രാവാക്യവും പതാക ഉയർത്തലും പ്രഭാഷണവും അനുവദിക്കില്ല. നിയമലംഘനങ്ങൾക്കെതിരെ കടുത്ത നടപടിയെന്ന് ഹജ്ജ് ഉംറ മന്ത്രാലയം.